ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് പാസ്റ്റ് ഫീലിങ്സ് ആണ്. മീൻസ് ഒരു ഡിഫറെൻ്റ് ആണ്. എന്തെങ്കിലുമൊക്കെ ഫീലിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് ഇപ്പോഴത്തെ ഫീലിങ്സും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓഫർ ടൈമാണ് കേട്ടോ. കുറച്ച് ഡേയ്സേ ഉണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ ഡേയ്സ് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അവരുടെ എനർജി ആയിരിക്കും കിട്ടുക. കറൻറ്റ് ഫീലിങ്സ് ആൻഡ് അവർക്കുണ്ടായിരുന്ന ഫീലിങ്സ് എന്താണ്? ഫൈവ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ലവേഴ്സ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ്, മജീഷ്യൻ, പേജ് ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. കറൻ്റ്ലി ഉള്ളൊരു എനർജി, കറൻ്റ്ലി ഉള്ള ഫീലിങ്സ് എന്താണ്? ടെൻ ഓഫ് പെൻഡക്കിൾ ആണ്. സെവൻ ഓഫ് കപ്സ് ആണ്. പ്രിൻസസ് ഓഫ് വാൻഡ്സ് ആണ്. ഫൈവ് ഓഫ് വാൻഡ്സ്. ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ത്രീ ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് പെൻഡക്കിൾ, ടു ഓഫ് സോർഡ്സ്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഇവരുടെ ഒരു ഫീലിങ്സിൻ്റെ ആ ഒരു വ്യത്യാസം നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്നത്തെ ഫീലിങ്സും ഇന്നത്തെ ഫീലിങ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കുമ്പം കറൻ്റ്ലി ഇപ്പം അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത്, ഫീലിങ്സ് എന്ന് പറയുമ്പം അവരുടെ തോട്ട്സ് ആണ്, അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ടെൻ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. അത് നല്ലൊരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. ടെൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൂർത്തീകരണത്തിൻ്റെ നമ്പറാണ്. സോ ടെൻ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയെ കാണിച്ചു തരുന്ന ഒരു കാർഡാണ്. സോ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നിട്ടുണ്ടാകാം നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, ഇപ്പോൾ ഉള്ളതും അല്ലാതെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ ബേസ് ചെയ്ത് സൈലൻ്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടുണ്ടാകാം, അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നിട്ടുണ്ടാകാം.
നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ എങ്ങനെയാണോ ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നത്, ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ ഇപ്പോഴും ഈ പേഴ്സണ് നിങ്ങളടുത്തുണ്ട്. ഓക്കെ. ആൻഡ് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് അവരുടെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നതാണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റികളുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളടുത്തും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അവർ തന്ന വാക്കുകളിലായിരിക്കാം, അല്ലെങ്കിൽ കുറേ കടമകൾ നിങ്ങളടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവുമായിരിക്കാം. ഈ ഒരു ബാധ്യതകൾ നിങ്ങളടുത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു പാർട്ട്ണർക്ക് സമമാണ് എന്നുള്ളതാണ്. അവർ നോക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കടമയാണെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതനുസരിച്ചിട്ടുള്ള എല്ലാ ഫീലിങ്സും ഇപ്പോൾ നോർമൽ ഒരു പേഴ്സണോട് തോന്നുന്ന ഒരു ഫീലിങ്സ് പോലെയല്ല, ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് നാൾ നിന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സ് പോലെയല്ല, അതിൻ്റെ എക്സ്ട്രാ ആണ് അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്. അത് സ്നേഹമായാലും സന്തോഷം, സങ്കടം, അങ്ങനെ എല്ലാം കലർന്നിട്ടുള്ളത്. ഓക്കെ. ആൻഡ് പ്രിൻസസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് നിങ്ങളുടെ എനർജി കാണിച്ചു തരുന്നതാണ്. ഇപ്പം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് പോലെയുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിൽ അവർ എങ്ങനെയായാലും ഇപ്പം നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. അവർ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾക്കൊരു സാഡ്നെസ് വരിക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കാരണം ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു എനർജിയാണ്. അത് അവർക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവരെ സാഡ്നെസ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഇമോഷണലി ഡൗൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് 5 ഓഫ് വൺസ് ആണ് ഇവിടെ അവസാനം വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫൈറ്റിംഗ് എനർജിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ വെക്കുന്നത് പോലെയുള്ള ഒരു കാര്യം കാണിച്ചു തരുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് ഒരുപാട് ഫീലിങ്സ് അവരുടെ അടുത്തുണ്ട്, അതേപോലത്തെ സെയിം ഫീലിങ്സ് നിങ്ങളടുത്തും അവർക്കുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ കടന്നു പോകുമ്പം നിങ്ങൾക്ക് അവരുടെ അടുത്ത് തോന്നുന്ന ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ചില സമയത്ത് തോന്നുന്ന ആ ഒരു മിസ്സിങ്, അല്ലെങ്കിൽ ചില സമയത്ത് തോന്നുന്ന ഒറ്റപ്പെടൽ, അവരുടെ പ്രസൻസ്, അതെല്ലാം തന്നെ അവർക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് തന്നെ 10 ഓഫ് പെൻഡക്കിൾ കിട്ടിയത്. കറൻ്റ്ലി ഉള്ളൊരു കാര്യമാണ് പറയുന്നത്, പ്രസൻറ്റ് സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പം ഇപ്പം അവർക്ക് എന്തായാലും അത് സെയിം ആയിട്ട് അവർക്ക് തിരിച്ചുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഈഗോ പോലെ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം, ഒരു ഈഗോ പോലെ ഇങ്ങനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, സമ്മതിച്ചു തരൂല, അല്ലെങ്കിൽ തുറന്നു പറയില്ല, അങ്ങനെയുള്ളൊരു ഈഗോ പോലെ ഇങ്ങനെ വെക്കുന്ന ഒരു എനർജിയിലും കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് അവരുടെ ഫീലിങ്സ് എന്നും അത് സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതും ആ ഒരു മിസ്സിങ്ങും എല്ലാം കലർന്നിട്ടുള്ള, നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ രീതിക്ക് തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. സൈലൻ്റ് ആയിരിക്കുന്നുണ്ടാകാം, പറയാതെ ഇരിക്കുന്നുണ്ടാകാം, അതൊക്കെ ഒരു ഈഗോ പോലെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വെക്കുന്നത് പോലെ വെക്കുകയാണ്. മേ ബി നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടാകാം. ആൻഡ് ഇവിടെ ആദ്യം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു കാര്യം നോക്കുന്ന സമയത്ത് എനിക്ക് 5 ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ബന്ധത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളായിരിക്കാം. ചിലപ്പം ശത്രുക്കളെ പോലെ നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരേ കൂടെ ഒന്നിച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ പാസ്റ്റിൽ നേരത്തെ അറിയുന്ന ആളുകളായിരുന്നു. ഓക്കെ. നേരത്തെ നിങ്ങൾക്കറിയായിരുന്നു, എവിടെയോ ഒരു കണ്ടുപരിചയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അതൊരു ബന്ധത്തിലേക്ക് വന്നു, ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈറ്റിങ്ങിലൂടെ ആയിരിക്കാം. അപ്പം അങ്ങനെ വന്നിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ആ സമയത്ത് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. ആ ഒരു എന്താ പറയുക, നിങ്ങൾ നേരത്തെ അറിയണ സമയത്ത്, കൂടെ പഠിച്ച സമയത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത സമയത്തൊന്നും നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നിട്ടില്ല. ദെൻ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ അല്ലെങ്കിൽ ഒരു ഫൈറ്റിങ്ങിലൂടെ നിങ്ങൾ ഈ ഒരു മീറ്റപ്പ് നടന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടാവുകയാണ്, പരസ്പരം സ്നേഹം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് നിങ്ങളൊരു സ്നേഹത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ലവേഴ്സ് കാർഡാണ്. പിന്നീട് കമ്മിറ്റഡ് ആയതാണ് രണ്ടുപേരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സോ അതിനുശേഷമാണ് ഫീലിങ്സ് എല്ലാം തന്നെ വന്നിട്ടുള്ളത്. നമുക്ക് ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഒരു ഇഷ്ടം, പെട്ടെന്നുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ അത് തന്നെ ഇങ്ങനെ ഓർമ്മയിൽ, ഇപ്പം നിങ്ങൾ തമ്മിൽ ആദ്യം എപ്പോഴും കാണുന്ന ആളുകളായിരുന്നു, പക്ഷേ വലിയ ഇതൊന്നും മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ തമ്മിൽ ഫൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊന്ന് ഫ്രണ്ട്ഷിപ്പ് പോലെ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ കണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു എഫെക്ഷൻ ഒക്കെ ഉണ്ടായതിൻ്റെ ശേഷം നിങ്ങൾക്ക്
അതൊരു മെമ്മറി പോലെ നിൽക്കുക, അല്ലെങ്കിൽ എവിടെയോ ഒരു കണ്ടുപരിചയം അല്ലെങ്കിൽ പ്രത്യേകതരം ഇഷ്ടം തോന്നുക, അങ്ങനെ ഒരു തരത്തിലൊരു അട്രാക്ഷൻ വന്നതായിട്ടും അതിനുശേഷം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയതായിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഒരു ലവേഴ്സ്, ഒരു റിലേഷൻഷിപ്പ്, രണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ലവേഴ്സ് ആയിരിക്കുന്ന സമയത്തുള്ള ഫീലിങ്സും കാര്യങ്ങളും റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പോകെ പോകെ അതൊരു ബാലൻസിലേക്ക് വന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ആയിട്ട് ഇവിടെ മറ്റാളുകളുടെ പ്രസൻസും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ടെമ്പറൻസ് കാർഡാണ്. ബാലൻസ് ആയി പോയി, കുറേ നാൾ നല്ല സ്നേഹത്തോടെ പോയി, പിന്നീട് അതങ്ങോട്ടൊരു ബാലൻസ് പോലെ ആയിപ്പോയി. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുമായിരിക്കാം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ തുടക്കം വന്നത് തന്നെ കുറഞ്ഞ് പിന്നെ അത് ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു എനർജിയിലേക്ക് പോയി. മനസ്സിലാക്കുക, ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടതായിട്ടല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണമാണ് ഇങ്ങനെ ഒരു എനർജി ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബാലൻസ് വെക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് അപ്പോഴും അവിടെ തന്നെ സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഫീലിങ്സ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത് അവരുടെ ഉള്ളിലാണ്, പുറത്തോട്ട് പോകാതെ. എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം, പെട്ടെന്ന് മാറിയിട്ടുണ്ടാകാം, ഒന്നും അറിയാത്ത ഒരാളെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടാകാം. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ മനസ്സിൽ തന്നെ ഉണ്ട്, പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണിത്. ഇതൊരു കോണ്ടാക്റ്റിൻ്റെ കാർഡാണിത്. ഇപ്പോൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളതാണ്. ഒറ്റപ്പെടലൊക്കെ കാണിക്കുന്നുണ്ട്. മേ ബി ഇപ്പം ആ ഒരു സൈലൻ്റ് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള അവരിങ്ങനെ വലിഞ്ഞ് ബാക്കോട്ട് നിൽക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇങ്ങനെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരുന്നുണ്ടാകാം. ഓക്കെ, കാരണം ആരും സമ്മതിക്കില്ല എന്നുള്ളൊരു എനർജിയിലേക്ക് വരുമ്പം അതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ഫീലിങ്സും ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ ഇപ്പം ബാലൻസ്ഡ് ആണ്. അത് എക്സ്പ്രസ്ഡ് അല്ല. തുടക്കമുള്ളൊരു സ്നേഹം ഇപ്പം നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അതിന് ചിലപ്പോൾ ബെഗ് ചെയ്യുന്നൊക്കെ ഉണ്ടാകാം. മീൻസ് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുന്നുണ്ടാകും, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത്, നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തടിച്ചതുപോലുള്ളൊരു ഫീലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കാം. കാരണം അത്രയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, അത്രയും വിശ്വസിച്ച് നിങ്ങൾ പോയിട്ടുണ്ടാകാം. ഈ വ്യക്തിയാണ് 100% എന്നുള്ള രീതിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതുപോലെയല്ല ഇപ്പം എന്നുള്ളത് അവർ കാണിച്ചു തരികയാണ്. പക്ഷെ അവർക്ക് ഉള്ള ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. അവർക്ക് അറിയാം, അവരുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അത് നിങ്ങളിലേക്ക് വളരെ പൂർണ്ണമായിട്ട് പഴയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്, പക്ഷെ പുറത്തോട്ട് അവർ കാണിക്കുന്നില്ലാത്തൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ ആയിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന മാനിപ്പുലേഷൻ എനർജിയൊക്കെ കാണിക്കുന്നത്. അതുപോലെ കൺട്രോളിങ് എനർജിയൊക്കെ ഉണ്ട്. അത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് പാർട്ടീസുകൾ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഫെർട്ടിലിറ്റി ആണിത്. സെൽഫ് ലവ് കാർഡ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. ഡെത്ത് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. സോ നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു മാറ്റത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആ മാറ്റത്തെ ആക്ഷൻ എടുക്കുക. ഓക്കെ, ഡെത്ത് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ചേഞ്ചിൻ്റെ കാർഡ് റിവേഴ്സ്ഡ് വരുമ്പം ആ ചേഞ്ചിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടാകാം ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കാതെ. അന്നന്ന് ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ മെൻ്റലി അല്ലെങ്കിൽ മാനസികമായി തളർന്നിരിക്കുമ്പം അതിനൊരു ചേഞ്ച് വരാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനും നിങ്ങളെടുത്ത് ആ ചേഞ്ചിന് വേണ്ടിയിട്ട്, ആ ഒരു റീബേർത്തിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കൂ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.